പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ്. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും സമചതുരത്തിന്റെ പരപ്പളവും വശത്തിന്റെ നീളവും കണക്കാക്കുക. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ചുവടെയുള്ള ഓരോ ചിത്രത്തിലെ എന്ത് കാണണം? സമചതുരത്തിന്റെ പരപ്പളവും വശത്തിന്റെ നീളവും. ഇത് ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ട് ആയിട്ട് എന്തുണ്ട്? രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഒരു ABC എന്ന ട്രയാങ്കിളും ഒരു ACD എന്ന ട്രയാങ്കിളും. നോക്കിയേ, ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണമാണ് ഈ സമചതുരത്തിന്റെ ഒരു വശം അല്ലേ? അപ്പോ ഇതിന്റെ കർണം അറിയണമെങ്കിൽ ഇതിന്റെ ഈ വശം അറിയണം അല്ലെ? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ലംബവശം അറിയണം. ഈ ലംബവശം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഈ ABC എന്ന ട്രയാങ്കിളിന്റെ അല്ലേ കർണമാണ് ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ലംബം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ ട്രയാങ്കിളിൽ എന്ത് കണ്ടുപിടിക്കണം? കർണം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ കർണം കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു തിയറം. ഏതാത്? പൈതഗോറസ് തിയറം. ഓക്കെ, എന്താ ഇക്വേഷൻ? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ? ഏതാണ് തിയറം? പൈതഗോറസ് സിദ്ധാന്തം ഓർ പൈതഗോറസ് തിയറം. മനസ്സിലായില്ലേ? ഇനി നോക്കേ, ഒന്നാമത്തെ ട്രയാങ്കിളില് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ എന്തുണ്ട്? ലംബം എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മീറ്ററും പാദം എന്ന് പറയുന്നത് 1 മീറ്റർ തന്നെയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? നോക്കിയേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലേ? ബേസ് സ്ക്വയർ. ഇനി നോക്കാം, എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. അപ്പൊ എന്ത് കിട്ടി? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 കിട്ടി അല്ലേ? അപ്പൊ കർണം എന്തായിരിക്കും? ഈ കിട്ടിയതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ √2. അപ്പൊ കർണം √2 എന്ന് കിട്ടി. അപ്പൊ ഈ വശത്തിന്റെ അളവ് എത്രയാണ്? √2. AC എന്ന് പറയുന്നത് √2 കിട്ടി അല്ലേ? ഇനി എന്ത് കാണാം? നോക്കിയേ, ഈ ACD എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ ഈ വശം കിട്ടി, ഈ വശം കിട്ടി. അപ്പൊ ഇതിന്റെ കർണം സൈഡ് കണ്ടുപിടിക്കാം. നോക്കാം, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. ഇനി എഴുതുന്നതോ സെക്കൻഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്ത് പറയാ? ത്രികോണം. സെക്കൻഡ് ത്രികോണം. നോക്കിയേ, ഏതാ സെക്കൻഡ് ത്രികോണം? ACD അല്ലേ? അപ്പൊ അതെന്തായിരിക്കും കർണം എന്ന് പറയുന്നത്? കർണം സ്ക്വയർ അല്ലേ ഈക്വൽ ടു എന്താ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ? അതെ, എത്രയാ ലംബം കിട്ടിയത് നമുക്ക്? √2. അപ്പൊ √2ന്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി √2ന്റെ സ്ക്വയർ എത്രയായിരിക്കും? അതേ സംഖ്യ ആയിരിക്കും. ഏത് സംഖ്യയുടെയാണോ നമ്മൾ റൂട്ട് എടുത്തത് അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പൊ 2 പ്ലസ് 1 എത്ര കിട്ടി? 3. അപ്പൊ ഇവിടെ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3 അല്ലേ? അപ്പൊ കർണം എത്രയായിരിക്കും അല്ലേ? കർണം എത്രയായിരിക്കും? ഇതിന്റെ സ്ക്വയർ ഇപ്പം ഇവിടെ നിന്ന് വരും, ഇതിന് സ്ക്വയർ റൂട്ട് വരും. മനസ്സിലായില്ലേ? 3ന്റെ സ്ക്വയർ റൂട്ടാണ് കർണം. ഇനി അപ്പൊ നമുക്ക് ഇവിടെയും കിട്ടി. ഇതെത്രയാണ്? √3. ഇതെന്ത് കണ്ടുപിടിക്കണം? അപ്പൊ ഇപ്പൊ എന്ത് നമുക്ക് കിട്ടിയത്? സമചതുരത്തിന്റെ ഒരു അല്ലെ വശത്തിന്റെ നീളം എത്ര കിട്ടി? നീളം എന്ന് പറയുന്നത് എത്രയാ? √3 മീറ്റർ അല്ലേ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഏരിയ ഓർ പരപ്പളവ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ ഇക്വേഷൻ? വശം ഇൻറ്റു വശം അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ? സൈഡ് ഇൻറ്റു സൈഡ്. നോക്കിയേ, എത്രയാണ്? നോക്ക്, √3 ഇൻറ്റു √3. ഒരു വശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ √3 ഇൻറ്റു √3 എത്ര കിട്ടും? 3 അല്ലേ? ഒരേ സംഖ്യയുടെ രണ്ട് റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? അതേ സംഖ്യ കിട്ടും. അപ്പൊ എത്ര കിട്ടി? 3.
അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3 മീറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ കണ്ടോ, നേരത്തെ അതേപോലെ തന്നെയാണ്. എന്തെന്ന് ഒരു ട്രയാങ്കിളും കൂടെ അധികമുണ്ട് അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം? കർണം കണ്ടുപിടിക്കണം. അതിനുശേഷം സെക്കൻഡ് ട്രയാങ്കിളിന്റെ കർണം കണ്ടുപിടിക്കണം. അതിനുശേഷം തേർഡ് ട്രയാങ്കിളിന്റെ കർണം കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോ? ആദ്യം എന്ത് എഴുതാം? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? പാദം ബേസ് സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ എന്ത് പറയാം? ലംബം സ്ക്വയർ പ്ലസ് എന്താ പാദം സ്ക്വയർ എന്നും പറയാം. എത്ര നോക്കിയേ? ആദ്യത്തെ ട്രയാങ്കിൾ ഉണ്ടത് ഇത് വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിൾ മനസ്സിലായില്ലേ? എന്ത് കിട്ടും? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു കിട്ടും 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 2. നമുക്കറിയുന്ന കാര്യമാണ്. എത്ര കിട്ടും? അപ്പൊ കർണം എന്തായിരിക്കും? കർണം സമം എത്രയാ? ഇതിന്റെ സ്ക്വയർ പോകുമ്പോൾ രണ്ടിന് എന്ത് വരും? റൂട്ട് വരും. √2 30. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ അല്ലേ? സെക്കൻഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ത്രികോണം, സെക്കൻഡ് ത്രികോണം അല്ലേ? എന്ത് കിട്ടും? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? നമുക്ക് എത്ര ലംബം കിട്ടിയത്? ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ലംബം. ഇതാണല്ലേ ACD എന്ന ട്രയാങ്കിളിന്റെ ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്നത് ഈ AC ആണ്. അപ്പൊ എന്ത് വരും നോക്കിയേ? പാദം എന്ന് പറഞ്ഞത് എത്ര തന്നെയാണ്? പാദം എന്ന് പറഞ്ഞത് 1 തന്നെയാണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 പ്ലസ് √2ന്റെ സ്ക്വയർ എത്രയാ? ഏത് സംഖ്യയിലാണോ നമ്മൾ റൂട്ട് എടുത്തത് ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പൊ 2 എത്ര കിട്ടി? 3. ഇതെന്താണ്? കർണം സ്ക്വയർ അല്ലേ? കർണം സ്ക്വയർ ആണ് നമുക്ക് എത്ര കിട്ടിയത്? 3 എന്ന് കിട്ടിയത്. അപ്പൊ കർണം ഈക്വൽ ടു എന്തായിരിക്കും? കർണം സമം ഓർ ഈക്വൽ ടു √3 അല്ലേ? അതെ. പിന്നെന്തെടുക്കാം? തേർഡ് ട്രയാങ്കിൾ അല്ലേ? തേർഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ തേർഡ് ത്രികോണം എന്ത് കിട്ടും? ഇതിൽ നിന്ന് കർണം സ്ക്വയർ. ഓക്കെ, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇങ്ങനത്തെ എഴുതാം. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. നോക്കിയേ, പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എത്ര കിട്ടിയത്? രണ്ടാമത്തെ ഇതിന്റെ കർണം നമ്മൾ √3 അല്ലേ? വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇത് √3 ആണ്, ഇത് √2 ആണ് അല്ലേ? അപ്പൊ എന്ത് കിട്ടും? √3 ഹോൾ സ്ക്വയർ. √3 ഹോൾ സ്ക്വയർ കണ്ടോ? അപ്പൊ എന്ത് വരും? 1 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി അല്ലേ? 4 എന്ന് കിട്ടി. ഇനി നോക്കാം, ഇത് മാറ്റാം, സ്ഥലമില്ല. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എത്ര കിട്ടി? കർണം ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? 4. കർണം സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടി? 4 കിട്ടി അല്ലേ? അപ്പൊ കർണം എന്തായിരിക്കും? കർണം ഈസ് ഈക്വൽ ടു എത്രയാണ്? √4. എത്രയാ √4 എന്ന് പറഞ്ഞാല് നമുക്കറിയാം 2 ഗുണിക്കണം 2 ആണ് 4. അപ്പോ 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2. അപ്പൊ 2 മീറ്റർ. അപ്പൊ ഈ വർഷം എത്ര കിട്ടി? 2 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? അപ്പൊ സമചതുരത്തിന്റെ വശം കിട്ടിയില്ലേ? സമചതുരത്തിന്റെ വശം എത്ര കിട്ടി? സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓർ പരപ്പളവ്. സമം എത്രയായിരിക്കും? 2 ഗുണിക്കണം 2 അല്ലേ? വശം ഗുണിക്കണം വശമാണ് ഇക്വേഷൻ. എന്താ? വശം ഗുണിക്കണം വശം. അപ്പൊ ഇത് എത്ര കിട്ടും? 4 മീറ്റർ സ്ക്വയർ കിട്ടും അല്ലേ? 4 മീറ്റർ സ്ക്വയർ. ഏരിയ ആണ് യൂണിറ്റ്, മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 4 ചതുരശ്ര മീറ്റർ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചേ, കണ്ടോ? ഇവിടെ ഒരു ചതുരമുണ്ട്. നേരത്തെ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ എത്ര ത്രികോണമുണ്ട്? 4 ത്രികോണമുണ്ട്. 1 2 3 4 അല്ലേ? അത് നേരത്തെ പോലെ തന്നെയാണ്. എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ സമചതുരത്തിന്റെ എന്താ ഒരു വശവും ഏരിയയും കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്.
ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാ? ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാ നോക്കാം? എ ബി സി അല്ലേ? എ ബി സി. എന്ത് ചെയ്യണം? കർണം സ്ക്വയർ കാണും. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. എത്ര കിട്ടും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. കർണം സ്ക്വയർ ആണ് 2. അപ്പോൾ കർണം എന്തായിരിക്കും? കർണം ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 2 അല്ലേ? ഇനി സെക്കൻഡ് ട്രയാങ്കിൾ ഏതാ സെക്കൻഡ് ട്രയാങ്കിൾ നോക്കിയേ? എ സി ഡി അല്ലേ? എ സി ഡി എന്ത് കിട്ടും നോക്കിയേ? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ലംബം എത്രയാണെന്ന് നോക്ക് അല്ലേ? നേരത്തെ കർണമാണ്, നേരത്തെ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ നേരത്തെ ത്രികോണത്തിന്റെ കർണമാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ എന്തെന്ന്? ലംബം അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും? റൂട്ട് 2. നോക്കാം. റൂട്ട് 2 സ്ക്വയർ പ്ലസ് എത്ര? ബേസ് പറഞ്ഞാൽ പാദം എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 പ്ലസ് 1 അല്ലേ? റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാണ്? 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. കർണം സ്ക്വയർ ആണ് 3 അല്ലേ? കർണം സ്ക്വയർ ഈക്വൽ ടു 3. അപ്പൊ കർണം എന്തായിരിക്കും? കർണം സമം റൂട്ട് 3 അല്ലേ? ഇതിന്റെ സ്ക്വയർ പോകുമ്പോൾ ആ സംഖ്യക്ക് എന്ത് വരും? സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്. കർണം സ്ക്വയർ ഈക്വൽ ടു 3 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ റൂട്ട് എന്നത് റൂട്ട് 3 ആയിരിക്കും. ഇനിയോ ട്രയാങ്കിൾ 3 അല്ലേ? തേർഡ് ട്രയാങ്കിൾ ഏതാ? തേർഡ് ട്രയാങ്കിൾ നോക്കിയേ. എ ഡി ഇ അല്ലേ? എ ഡി ആണ്. എന്ത് കിട്ടും? ബാക്കി മുകളിൽ എഴുതാം. എന്നിട്ട് നോക്കിയേ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. എത്രയാണ്? തേർഡ് ട്രയാങ്കിളിന്റെ ലംബം നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര? റൂട്ട് 3. ഇതിന്റെ ലംബം എന്ന് പറയുന്നത് റൂട്ട് 3. അപ്പൊ എന്ത് വരും? റൂട്ട് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? പാദം എല്ലാത്തിന്റെ എത്ര തന്നെയാണ്? 1 ആണ്. അപ്പൊ എന്ത് വരും? റൂട്ട് 3ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 3 ആണ്. പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്രയാ? 4. അപ്പൊ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പൊ കർണം എന്തായിരിക്കും? കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? കർണം സമം റൂട്ട് 4. നമുക്കറിയാം റൂട്ട് 4 വാല്യൂ എത്രയാണ്? 2 അല്ലേ? 2 ഗുണിക്കണം 2 ആണ് 4. അപ്പൊ 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2. ഇനി നോക്കിയേ. അപ്പൊ ഏത് ട്രയാങ്കിൾ അത്? തേർഡ് അല്ലേ? മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഈ ഭാഗം കിട്ടി അല്ലേ? ഇത് എത്രയാണ്? റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2 അല്ലേ? 2 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇത് അല്ലേ? ഇതിന്റെ എത്ര? എ ഇ എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ലംബം കിട്ടിയ എത്രയാണ്? 2 മീറ്റർ. ഇനി ഏതാ? ഫോർത്ത് ട്രയാങ്കിൾ നോക്കാം. ഫോർത്ത് ട്രയാങ്കിൾ ഏതാ? എ ഇ എഫ്. എന്ത് എഴുതാം? കർണം സ്ക്വയർ ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ. എന്താ ലംബം സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര? 2 മീറ്റർ അല്ലേ? അപ്പൊ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര കിട്ടും? 4 പ്ലസ് 3 ഈക്വൽ ടു 5 അല്ലേ? അപ്പൊ കർണം എത്രയായിരിക്കും? കർണം എന്ന് പറയുന്നത് 5ന്റെ റൂട്ട് അല്ലേ? റൂട്ട് 5. അപ്പൊ കർണം കിട്ടി. അപ്പൊ ഇത് എത്രയാണ് കിട്ടി നമുക്ക്? റൂട്ട് 5 അല്ലേ? റൂട്ട് 5 മീറ്ററിന് കിട്ടി. ഇനി എന്ത് കാണാം? സമചതുരത്തിന്റെ വശം കിട്ടി. ഇനി ഏരിയ കാണാം. അപ്പൊ എന്ത് എഴുതാം?
സമചതുരത്തിന്റെ വശം സമം എത്ര നമുക്കറിയാം √5 മീറ്റർ അല്ലേ? അതെ. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയാവോ പരപ്പളവ് സമം എത്രയാ? വശം ഇൻറ്റു വശം അല്ലേ? വശം ഇൻറ്റു വശം. അപ്പൊ എത്ര കിട്ടും? √5 ഇൻറ്റു √5 അല്ലേ? ഓക്കെ. √5 ഇൻറ്റു √5 എത്രയാ? ഒരേ സംഖ്യയുടെ രണ്ട് റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? അതേ സംഖ്യ കിട്ടും. അപ്പൊ ഇത് എത്രയായിരിക്കും? 5. അപ്പൊ ഇവിടെ എത്ര വരും? 5 മീറ്റർ സ്ക്വയർ അല്ലേ? 5 മീറ്റർ സ്ക്വയർ. മലയാളത്തിൽ എന്ത് പറയും? 5 ചതുരശ്ര മീറ്റർ. മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഒരു ത്രികോണത്തിന്റെ നമ്മൾ നേരെ പഠിച്ചാൽ ബാക്കി എത്ര ത്രികോണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമചതുരത്തിന്റെ വശത്തിന്റെ നീളവും ഏരിയയും കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നന്നായി ചെയ്ത് പഠിക്കുക. സിമ്പിളാണ്, ചെയ്ത് പഠിച്ചാൽ മതി. നന്ദി, നമസ്കാരം.